എന്റെ ബീറ്റ് കാലാവസ്ഥയാണ്. ഇന്ന് കാസർഗോഡ്, കണ്ണൂരൊക്കെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ പറ്റി പറഞ്ഞാൽ മതി. പേരെന്താ? ഒന്നുകൂടി പറയൂ. ഉബാബ. ഓക്കെ. ലുബാബ, സംസ്ഥാനത്ത് ശക്തമായി മഴ തുടരുന്ന സാഹചര്യം കൂടിയാണ്. ഇന്ന് രണ്ടിടങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായി മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത്. തെക്കൻ ജാർഖണ്ഡിനും ഛത്തീസ്ഗഡിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ കേരളത്തിൽ ശക്തമായി മഴ തുടരുന്നത്. ഈ ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനിടെ അതിശക്ത ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ 50 കിലോമീറ്റർ വേഗതയിൽ കേരളത്തിന് മുകളിലായി കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. കടലാക്രമണ ഭീഷണിയുള്ളത് കൊണ്ട് തന്നെ തീരദേശ വാസികളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കൂടാതെ കേരള തീരത്ത് 18 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ഈ സ്റ്റോറി നിങ്ങൾ കണ്ടല്ലോ. കടൽ പോലെ സങ്കീർണമാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം. ശരിയായ പഠനവും പദ്ധതികളും കൊണ്ട് മാത്രമേ ദീർഘകാലമായി അവർ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് അവരെ കരകയറ്റാനാവൂ. ക്യാമറ പേഴ്സൺ സാദിഖ് പാറയ്ക്കലിനൊപ്പം സരിത ശോഭാചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം. സോഷ്യോളജി ഉണ്ട്, അതില് കൾച്ചറൽ ഡിഫറൻസസ് പറയുന്നുണ്ട്. അവരെ കോളനിവൽക്കരിക്കുന്ന, കോളനികളെ വേടിപ്പ് ഉപയോഗിക്കാൻ പാടില്ല, അവരെ അത്തരത്തിലൊരു ഫ്ലാറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്ന രീതിയെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ ആക്ച്വലി ഐ ലേൺ ഫ്രം സോഷ്യോളജി. നമ്മൾ ഇവിടെ പഠിക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇപ്പോൾ എഐയുടെ കാലമാണ്. ഡാറ്റ എഐക്ക് പറ്റിയൊരു ഒരു ടോപ്പിക്കാണ് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നിങ്ങളുടെ കൂടെയുള്ള ടോപ്പിക്കില്ല. ആ സമയത്ത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഈ ലോകത്തെ ലീഡ് ചെയ്യുന്നത് കോണ്ടന്റ് റൈറ്റിംഗ് ആണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ എഐ അതിലൊക്കെ നമ്മളിപ്പോ ഒരു ഫ്ലവറിനെ പറ്റി എന്താണെന്ന് എഐനോട് ചോദിക്കുന്നില്ലേ, പക്ഷെ അതില് അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. എല്ലാ കമ്പനികൾക്കും എല്ലാ ആഡ് ഏജൻസികൾക്കും ക്രിയേറ്റിവിറ്റിയാണ് വേണ്ടത്. അത് ഹ്യൂമൻസിന് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പേപ്പർ, അതിൽ നിങ്ങൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ഈ നിങ്ങൾക്ക് ഇവിടെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും അല്ല, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ലോകം മൊത്തം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. ഞാനിത് പഠിക്കുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്തിനാ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്തിനാ, എനിക്ക് ആകെ ജേർണലിസം അല്ലെങ്കിൽ സോഷ്യോളജി കുറച്ച് ഇഷ്ടമായിരുന്നു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതൊക്കെ എന്തിനാ ഞാൻ പഠിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് ഇതിന്റെ ഓരോ മേഖലകൾ മനസ്സിലായത്. ഞാൻ PG പഠിക്കുമ്പോഴാണ് എനിക്ക് ഇതിന്റെ ഓരോ ഇതിൽ നിന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പൊ നിങ്ങൾക്ക് പണ്ടത്തെ പോലെയല്ല, എല്ലാത്തിനും എല്ലാം കണ്ടുപിടിക്കാനൊക്കെ ഈസിയാണ്. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിലേക്ക് പോകാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. അത് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ഇതിലേക്ക് കൊണ്ടുവരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഈ മൈക്ക് ഞാനുള്ള ബാച്ചിന്റെ ടൈമില് ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഈ മൈക്ക് എപ്പോ എന്നെ കൈ കിട്ടും എന്നുള്ള ഒരു ആൻസൈറ്റിയാണ്, എക്സൈറ്റ്മെന്റിന്റെ ഒരു ആൻസൈറ്റിയാണ് എനിക്ക് ഉണ്ടാവാറ്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ഇവിടെ ഒരു ഗസ്റ്റിനെ പോലെ വന്ന് അവരൊക്കെ ഇങ്ങനെ ഈ പ്രശാന്ത് സാർ, IAS പ്രശാന്ത് സാർ ഒക്കെ ഇവിടെ വന്നായിരുന്നു. അതുപോലെ എനിക്ക് സംസാരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ദിവസമാണിത്. അത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എന്റെ ഫസ്റ്റ് ഡേ ഞാൻ വളരെ ദൂരമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഇവിടത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് ഈ സ്കൂളിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും എന്റെ കൂടെ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കളായാലും എല്ലാവരും ഞങ്ങൾക്ക് ആ ഒരു കാലഘട്ടത്തില് ഒരു 2014-2016 കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടം പോലെയൊന്നുമല്ല. ഈ ജേർണലിസം അല്ലെങ്കിൽ ന്യൂ മീഡിയ, ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഈ പൂക്കി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലേ, അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ കുറച്ചുകൂടെ നമ്മുടെ ഈ പത്രങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നടക്കാറ്. ലോകമാണ് ഈ മീഡിയ നമുക്ക് തുറന്നു തരുന്നത്.
അപ്പോൾ ഈ ജേർണലിസം പക്ഷെ അത്രയും ഗ്ലാമറസ് ആയിട്ട് മാത്രം നമ്മൾ കാണേണ്ട ഒരു മേഖലയല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഇതിന് സിവിൽ സർവീസിന് താല്പര്യമുള്ളവരുണ്ടോ? ഓക്കെ, സിവിൽ സർവീസിന് താല്പര്യമുള്ളവർക്കും ജേർണലിസം അവരുടെ തുടക്കകാലത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒരു സൊസൈറ്റിയെ പഠിക്കാൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ അറിഞ്ഞിരിക്കാൻ ജേർണലിസം പോലെ ഒരു നല്ലൊരു കോഴ്സ് ഇല്ല. നിങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാം അറിയായിരിക്കും. ഇപ്പൊ ഐവി പറയാറുണ്ടാണല്ലോ, സൂര്യന് കീഴിലുള്ള ഒക്കെ അറിഞ്ഞിരിക്കണമെന്ന്. അത് താനേ വരും, താനേ നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ജേർണലിസം നമ്മളെ കൊണ്ടെത്തിക്കും. റിപ്പോർട്ടിംഗ് ആണ് ജേർണലിസത്തിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ റിപ്പോർട്ടിങ്ങിലേക്ക് എത്തുക എന്നത് അത്ര ഈസി അല്ല. നമ്മളൊരു ട്രെയിനി ജേർണലിസ്റ്റ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ചെന്നെത്തുമ്പോൾ നമുക്ക് റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ ആങ്കറിങ്ങോ കിട്ടുന്നത് അത്ര ഈസി അല്ല. നമുക്ക് ഇപ്പൊ ഏത് ജോബാണെങ്കിലും ഇപ്പൊ ജേർണലിസം അല്ലെങ്കിൽ പോലും നമുക്ക് ക്ഷമ വേണം. നമ്മൾ ക്ഷമയോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ മനുഷ്യന്മാർക്കിടയിൽ ഈഗോ ഒക്കെ വളരെ വലുതായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ക്രൂക്കഡ് ആയിരിക്കണം, നമ്മളെപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം. എപ്പോഴും നമുക്ക് അങ്ങനെ ഫോക്കസ്ഡ് ആവാനൊന്നും പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ എത്ര വീണാലും എത്രയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ സ്വപ്നങ്ങളിൽ തന്നെ നിൽക്കണം. ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിട്ട് ജേർണലിസത്തെ ഓപ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ സങ്കടത്തോടെയാണ്. ഇവിടെ രണ്ടുപേർക്ക് ജേർണലിസത്തോട് താല്പര്യമുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന കാലത്ത് വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, പരിമിതമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊക്കെ അതിന് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് എത്തുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്.